ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, എ ജെ ക്രിയേഷൻസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 8ാമത്തെ എപ്പിസോഡിൽ 232 മുതൽ 340 വരെയുള്ള ആർട്ടിക്കിളുകളിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ എപ്പിസോഡിലൂടെ പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 ആകെ 340 ആർട്ടിക്കിളുകളാണ് ഉള്ളത്. നമ്മൾ വിവിധ എപ്പിസോഡുകളിലായി 340 ആർട്ടിക്കിളുകളിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു. ഈ എപ്പിസോഡിലെ ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ചിലർ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഇതുവരെ ചെയ്ത വീഡിയോയുടെ ലിങ്ക്, അതായത് പഴയ വീഡിയോ, ഇതിനു മുമ്പൊക്കെയുള്ള വീഡിയോയുടെ ലിങ്ക് ചോദിച്ചിരുന്നു. എ ജെ ക്രിയേഷൻസിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാം. അതിനായിട്ട് നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ മതി. അതായത്, ഈ ചിത്രം കണ്ടോ? നിങ്ങൾ യൂട്യൂബിൽ എ ജെ ക്രിയേഷൻസിൻ്റെ ചാനൽ പ്ലേ ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സിന് തൊട്ടു മുന്നിൽ കാണുന്ന റെഡ് ലൈനിൽ റൗണ്ട് ചെയ്തിരിക്കുന്ന എ ജെ ക്രിയേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ആ 735 സബ്സ്ക്രൈബേഴ്സിൻ്റെ തൊട്ട് മുകളിലുള്ള എ ജെ ക്രിയേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്രകാരം വരും. കണ്ടോ? ഇവിടെ ഏറ്റവും മുകളിൽ കണ്ടോ വീഡിയോസിൽ ഗ്രീൻ കളറിൽ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. നിങ്ങൾക്ക് എ ജെ ക്രിയേഷൻസിൻ്റെ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും അങ്ങനെ ലഭിക്കും. നിങ്ങൾക്കിഷ്ടമുള്ള വീഡിയോസ് കാണുകയും ചെയ്യാം. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇനി വരുന്ന KSRൻ്റെയും മറ്റും വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്തുക, ഇനേബിളിൽ ഓൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും, തുടർന്ന് വരുന്ന വീഡിയോസ് കിട്ടും. പഴയ വീഡിയോസ് കിട്ടുന്നതിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എന്താണ്? വിച്ച് ഈസ് ആൻ ഇൻട്രസ്റ്റ് ബെയറിംഗ് അഡ്വാൻസ് ഫ്രം ബിലോ? ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഈ ആർട്ടിക്കിൾ 232 മുതൽ 340 വരെയുള്ള ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും ലോൺസ് ആൻഡ് അഡ്വാൻസ്, ഡെപ്പോസിറ്റ്സ്, ലോസസ് ഓഫ് പബ്ലിക് മണി, മിസേലിയൻസ് സബ്ജക്റ്റ്, ഇവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ വിച്ച് ഈസ് ആൻ ഇൻട്രസ്റ്റ് ബെയറിംഗ് അഡ്വാൻസ് ഫ്രം ബിലോ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻട്രസ്റ്റ് ബെയറിംഗ് ഇൻട്രസ്റ്റ് ഉള്ള, പലിശയുള്ള അഡ്വാൻസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. എന്താണ്? 4 ഓപ്ഷൻ ഉണ്ടല്ലേ. ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, HBA, അഡ്വാൻസ് ഫോർ ദ പർച്ചേസ് ഓഫ് മോട്ടോർ കൺവെയൻസ്, പിന്നെ എന്താണ്? മാരേജ് അഡ്വാൻസ്, ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ ആദ്യം പറഞ്ഞ 3 അഡ്വാൻസും ഇൻട്രസ്റ്റ് ഉള്ള അഡ്വാൻസ് ആണ്, പലിശയുള്ള അഡ്വാൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദി അബോവ് ആണ്. ആൻസർ ഡി, ആർട്ടിക്കിൾ 238 പേജ് നമ്പർ 302 അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇതുകൂടാതെ മറ്റ് ഇൻട്രസ്റ്റ് ബെയറിംഗ് അഡ്വാൻസ് ഏതൊക്കെയാണെന്നും കൂടി ആർട്ടിക്കിൾ 238 വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻട്രസ്റ്റ് ബെയറിംഗ് അഡ്വാൻസസ് ഓഫ് കമ്പാരിറ്റീവ്ലി സ്മോൾ മാഗ്നിറ്റ്യൂഡ് റിക്കവറബിൾ ഇൻ ലെസ് ദാൻ ഡാഷ്. ചെറിയ അളവിലുള്ള താരതമ്യേന, കമ്പാരിറ്റീവ് നമ്മൾ താരതമ്യേന വീണ്ടെടുക്കാവുന്ന, ലെസ് ദാൻ എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. 60, 30, 45, 15. എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആണ് ലെസ് ദാൻ? ആൻസർ എന്താണ്? എ ആണ്. 60 ആണ്, 60 ആണ്. ആർട്ടിക്കിൾ 239 ആണ്. സൈക്കിൾ അഡ്വാൻസ്, വാം ക്ലോത്തിങ് അഡ്വാൻസ്, മോസ്കിറ്റോ നെറ്റ് അഡ്വാൻസ് ഒക്കെ ഇതിൽ വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ്, വലിയൊരു ചോദ്യമാണ് ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസേഴ്സ്, ഞാൻ സ്പീഡിൽ വായിക്കാം. അഡ്വാൻസസ് വിൽ ബി ഗിവൺ ഓൺലി ഇൻ കേസ് വെയർ ദ ഹോം ടു ബി പർച്ചേസ്ഡ് ഓർ കൺസ്ട്രക്റ്റഡ് ഓർ റിപ്പയർഡ് ഓർ എക്സ്റ്റെൻഡഡ് ഈസ് വിത്തിൻ ദ സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാടു ആൻഡ് കർണാടക. എന്താണ്? ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസ്, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ വീട് നന്നാക്കുന്നതിനോ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനോ അഡ്വാൻസ് നൽകും. ഒരു പ്രസ്താവനയാണ് അത് ശരിയാണോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ എന്നാണ് ചോദ്യം. എൻ്റെ ആൻസർ എന്താണ്? ആൻസർ ബി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ശരിയാണ്. കാരണം
ഒരു സർക്കാർ ജീവനക്കാരന് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കർണാടകയും തമിഴ്നാടും മാത്രമല്ല, ഏത് സംസ്ഥാനത്തും, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും സ്ഥലം വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ നന്നാക്കുന്നതിനോ ഒക്കെ അഡ്വാൻസ് നൽകും. അപ്പോൾ എൻ്റെ ആൻസർ ബി, ആർട്ടിക്കിൾ 244A നോട്ട് 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നോ സെക്കൻഡ് സൈക്കിൾ അഡ്വാൻസ് വിൽ ബി ഗ്രാൻഡഡ് വിത്തിൻ ഡാഷ് ഇയേഴ്സ് ഓഫ് എ പ്രീവിയസ് അഡ്വാൻസ്. അപ്പോൾ സൈക്കിൾ അഡ്വാൻസിന് സെക്കൻഡ് അഡ്വാൻസ് ഉണ്ടല്ലേ, ആദ്യം സൈക്കിൾ വാങ്ങിച്ചു അല്ലേ, പിന്നെ അത് കഴിഞ്ഞിട്ട് 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഡ്വാൻസ് നൽകാം അല്ലേ. അതാണ് ചോദിച്ചത്. നോ സെക്കൻഡ് സൈക്കിൾ അഡ്വാൻസ് വിൽ ബി ഗ്രാൻഡഡ് അല്ലേ. സെക്കൻഡ് സൈക്കിൾ അഡ്വാൻസ് ഗ്രാൻഡ് ചെയ്യത്തില്ല അല്ലേ. എത്ര വർഷത്തിന് പ്രീവിയസ് അഡ്വാൻസ് എത്ര വർഷം? 3 ഇയേഴ്സ് ഓഫ് എ പ്രീവിയസ് അഡ്വാൻസ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ സി ആണ്, 3 ഇയേഴ്സ് ആണ്. ആർട്ടിക്കിൾ 245H ആണ്. രണ്ടാമത് സൈക്കിൾ അഡ്വാൻസ് അനുവദിക്കണമെങ്കിൽ ആദ്യത്തെ അഡ്വാൻസ് 3 വർഷം കഴിയണം. ഇതാ അടുത്ത് നോക്കിയേ. മാരേജ് അഡ്വാൻസ് ഈസ് സാങ്ഷൻ ഫോർ ഡാഷ്. മാരേജ് അഡ്വാൻസ് എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? ഏത് എംപ്ലോയീസിനുള്ളതാണ്? അതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഡി ആണ്. ക്ലാസ് 4 എംപ്ലോയീസിനുള്ളതാണ് മാരേജ് അഡ്വാൻസ്. അത് ആർട്ടിക്കിൾ 245A ആണ് ഉള്ളത്. അത് പേജ് 354 ഈ ആർട്ടിക്കിളിൽ പറയുന്നത്, മാരേജ് അഡ്വാൻസിൻ്റെ ആർട്ടിക്കിളിൽ പറയുന്നത്, ആൻ അഡ്വാൻസ് എമൗണ്ട് ഈക്വൽ ടു 15 ടൈംസ് ഓഫ് ബേസിക് പേ. അതായത് ഒരു എംപ്ലോയിയുടെ ബേസിക് പേയുടെ, ക്ലാസ് 4 എംപ്ലോയിയുടെ അല്ലേ, ക്ലാസ് 4 എംപ്ലോയിയുടെ ബേസിക് പേയുടെ 15 ടൈംസ് അല്ലേ, ബേസിക് പേയുടെ 15 ടൈംസ് ആണ് നൽകുന്നത്. ഇനി പേ സബ്ജക്റ്റ് ടു മാക്സിമം ഓഫ് RS 30,000. പക്ഷേ 30,000 ഒക്കെ പോയി കേട്ടോ, അതൊരു അമെൻമെൻറ്റ് പ്രകാരം പോയി. ഇത് പഴയ നമ്മുടെ KFC കോളേജിൽ കിടക്കുന്നത് പഴയ ഇതാണ്, 30,000 മാരേജ് അഡ്വാൻസ്. അത് ഏതാണോ വലുത്, ഈ ഒരു ബേസിക് പേ, ഒരു എംപ്ലോയിയുടെ ബേസിക് പേയുടെ 15 ടൈംസ് അല്ല, 15 ഇത് 15 ടൈംസ് നോക്കുമ്പോൾ അതാണോ വലുത്, അല്ലെങ്കിൽ എന്താണ് മാക്സിമം എന്ന് പറയുന്നത് 30,000. 30,000 അല്ല ഇപ്പോൾ, അത് 2018 ഒരു അമെൻമെൻറ്റിലൂടെ അത് മാറ്റിയായിരുന്നു. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 ശേഷം മാറിയില്ല. അപ്പോൾ 2000 മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഉള്ളത് 1.5 ലക്ഷം രൂപയാണ്. മാരേജ് അഡ്വാൻസ് 1.5 ലക്ഷം രൂപയാണ്. മാത്രമല്ല പാർട്ട് ടൈം കണ്ടീജൻറ്റ് എംപ്ലോയീസിനും മാരേജ് അഡ്വാൻസ് നൽകുന്നത്. മുമ്പ് ക്ലാസ് 4 എംപ്ലോയീസ് മാത്രമായിരുന്നു. അത് അവർക്ക് പാർട്ട് ടൈം കണ്ടീജൻറ്റ് എംപ്ലോയീസിന് 1 lakh വരെയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് 2017 ജൂൺ 22 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. 2018 ഒരു അമെൻമെൻറ്റിലൂടെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ദ അഡ്വാൻസ് ഓൺ ട്രാൻസ്ഫർ ഷുഡ് ബി റിക്കവേർഡ് ഫ്രം ദ ഗവൺമെൻറ് സർവൻസ് പേ ഇൻ ഡാഷ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. എന്താണ്? ദ അഡ്വാൻസ് ഓൺ ട്രാൻസ്ഫർ should be recovered from the government servants pay in dash equal installments. ആൻസർ ബി ആണ് അല്ലേ. ആൻസർ ബി ഏതാണ്? 3 ആണ്. 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അത് എന്തായിരുന്നു ചോദ്യം? അതായത് ഒരു ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫർ ആകുമ്പോൾ 1 മാസത്തെ വേതനം അഡ്വാൻസായി വാങ്ങാം അല്ല. 1 മാസത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ജോലി സ്ഥലത്തും വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ട്രാൻസ്ഫർ, അപ്പോൾ 1 മാസത്തെ ശമ്പളം അഡ്വാൻസായിട്ട് കൊടുക്കാം. ഇങ്ങനെ വാങ്ങുന്ന അഡ്വാൻസ് എത്ര ഇൻസ്റ്റാൾമെൻ്റായിട്ട് തിരിച്ചടയ്ക്കണം? 3 ഇൻസ്റ്റാൾമെൻറ്റ്, 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. 30,000 രൂപ സാലറിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹം 10,000 രൂപ വീതം 3 തവണയായിട്ട് അടയ്ക്കണം. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഷുഡ് ഡിഡക്റ്റഡ് ഫ്രം ദ ഫസ്റ്റ് ഫുൾ മന്ത്സ് പേ ഡ്രോൺ ആഫ്റ്റർ ദ ട്രാൻസ്ഫർ. ട്രാൻസ്ഫറിന് ശേഷമുള്ള ആദ്യത്തെ ഫുൾ മന്ത്സ് പേ നിന്നാണ് അത് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. നോക്കാം എന്താണ്? ദ ട്രാവലിംഗ് അലവൻസ് നോക്കാട്ടെ ഒരു സെക്കൻഡ്. ദ ട്രാവലിംഗ് അലവൻസ് അഡ്വാൻസ് ടു ദ ഫാമിലി ഓഫ് ഓഫീസേഴ്സ് ഹു ഡൈ വൈൽ ഇൻ സർവീസ് ഈസ് സാങ്ഷൻഡ് ബൈ ഡാഷ്. ആൻസർ സി ആണ്. എന്താണ് ട്രാവലിംഗ് അലവൻസ് അല്ലേ? ഡ്യൂട്ടിക്കിടെ മരണപ്പെട്ട ഓഫീസറുടെ കുടുംബത്തിന് ട്രാവലിംഗ് അലവൻസ് അഡ്വാൻസ് സാങ്ഷൻ ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ആൻസർ സി ആണ് കാണിച്ചിരിക്കുന്നത്. അതോറിറ്റി കോമ്പിറ്റന്റ് ടു കൗണ്ടർ സൈൻ ദ TA ക്ലെയിംസ് ഇഫ് ദ ഓഫീസർ വാസ് അലൈവ് അല്ലേ. ഓഫീസർ ജീവിച്ചിരുന്ന സമയത്ത്, അലൈവായ സമയത്ത് ട്രാവൽ അലവൻസ് ക്ലെയിം ചെയ്ത, കൗണ്ടർ സൈൻ ചെയ്ത അതോറിറ്റി ആരാണോ അവരാണ് സാങ്ഷൻ ചെയ്യേണ്ടത്. അത് ആർട്ടിക്കിൾ 252A പേജ് 365 അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്.
അടുത്ത ദിവസം നമുക്ക് നോക്കാം. മോസ്കിറ്റോ നെറ്റ് അഡ്വാൻസ് വിൽ ബി പെയ്ഡ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ഡാഷ്. മോസ്കിറ്റോ നെറ്റ് അഡ്വാൻസ് നൽകുന്ന 2 മാസങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ആൻസർ ഡി ആണ്, ഏപ്രിൽ ആൻഡ് മെയ്. ഏപ്രിൽ മാസവും മെയ് മാസവുമാണ് മോസ്കിറ്റോ നെറ്റ് അഡ്വാൻസ് നൽകുന്നത്. അപ്പോൾ അത് നൽകത്തുള്ളൂ. ഓക്കെ, അത് അതിൻ്റെ ആൻസർ ഡി ആണ്. ആർട്ടിക്കിൾ 254 പേജ് 367 അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അടുത്തെന്താണ്? അഡ്വാൻസസ് ഫോർ ദ റിമൂവൽ ഓഫ് എൻക്രോച്ച്മെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഡാഷ്. അഡ്വാൻസസ് ഓഫ് ദ റിമൂവൽ ഓഫ് എൻക്രോച്ച്മെൻറ്റ്സ്. റിമൂവൽ ഓഫ് എൻക്രോച്ച്മെൻറ്റ്സ് എന്ന് വെച്ചാൽ കയ്യേറ്റങ്ങൾ. റിമൂവൽ, അപ്പോൾ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് ചിലവുണ്ടല്ലേ, അതിന് ഉള്ള അഡ്വാൻസ് ഏതിലാണ് വന്നിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 4 ഉണ്ട്. ആദ്യത്തെ തന്നെയാണ് റവന്യൂ അഡ്വാൻസിലാണ് ഈ റിമൂവൽ ഓഫ് എൻക്രോച്ച്മെൻറ്റ് അഡ്വാൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻസർ എ ആണ്, ആർട്ടിക്കിൾ 259 ആണ്. അതോടൊപ്പം തന്നെ അഡ്വാൻസ് ഫോർ ഡിമാർക്കേഷൻ പർപ്പസസ് ഇൻക്ലൂഡഡ് ഇൻ റവന്യൂ അഡ്വാൻസിൽ തന്നെയാണ് അതും ഉള്ളത്. ഡിമാർക്കേഷൻ പർപ്പസ്, അതിർത്തി നിർണയം. ഇനി അഥവാ അതല്ലെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ഫോർ റീപ്ലേസിങ് മിസ്സിംഗ് ബൗണ്ടറി മാർക്സ് ഇൻക്ലൂഡഡ് ഇൻ, അതിർത്തി അടയാളങ്ങൾ, മിസ്സിംഗ് ആയിട്ടുള്ള അതിർത്തി അടയാളങ്ങൾ ഇൻക്ലൂഡഡ് ഇൻ ഡാഷ്. അതും റവന്യൂ അഡ്വാൻസിലാണ്. ഇത് നമ്മുടെ ലോൺസ് ആൻഡ് അഡ്വാൻസിലെ ചോദ്യങ്ങൾ ഏതാണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആണ് നമ്മൾ പരിശോധിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡെപ്പോസിറ്റ്സിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ എന്താണ്? ദേവസ്വം ഫണ്ട് ഇൻക്ലൂഡഡ് ഇൻ ഡാഷ്. ദേവസ്വം ഫണ്ട് എന്താണ്? ആർട്ടിക്കിൾ 272 അല്ലേ, 272 പേഴ്സണൽ ഡിപ്പോസിറ്റിൽ ഉൾപ്പെടുന്ന കുറേ ഫണ്ടുകളുടെ കാര്യം പറയുന്നുണ്ട്. അതിലൊന്നാണ് ഈ ദേവസ്വം ഫണ്ട് അല്ലേ. ദേവസ്വം ഫണ്ട് എന്ന് പറയുന്ന ആൻസർ സി, പേഴ്സണൽ ഡിപ്പോസിറ്റ്സിലാണ്. അപ്പോൾ പേഴ്സണൽ ഡെപ്പോസിറ്റിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 272 നോക്കുക, പേജ് 398 കുറേയധികം മറ്റ് ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് കാണാം. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. അതല്ലെങ്കിൽ മനസ്സിൽ കുറിച്ചിടുക. ആർട്ടിക്കിൾ 272 എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ ഡെപ്പോസിറ്റ്സ് ആണ്. ദേവസ്വം ഫണ്ട് പോലെ തന്നെ കുറേ ഫണ്ടുകളുണ്ട്, അതെല്ലാം നിങ്ങൾ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ റെമിറ്റിംഗ് മണി ഫ്രം വൺ ഓഫീസ് ടു അനദർ ഇഫ് ദ എമൗണ്ട് ഈസ് എബവ് Rs 1 lakh അല്ലേ, 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ട് അത് ഒരു ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക് റെമിറ്റ് ചെയ്യുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ആരൊക്കെ ഉണ്ടായിരിക്കണം? ഒറ്റയ്ക്ക് ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ആർക്കാണ് വരുന്നത് അല്ലേ? ഇല്ല. അപ്പോൾ അതിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആരാണ്? ആൻസർ സി ആണ്, 1 സൂപ്പർവൈസറി ഓഫീസർ ആൻഡ് APO. 1 lakhന് മുകളിൽ, എബോവ് 1 lakhന് മുകളിൽ. അത് ആർട്ടിക്കിൾ 284A അതിൻ്റെ ഡീറ്റെയിൽ ഉള്ളത്. അടുത്ത് നമുക്ക് നോക്കാം. കളക്റ്റീവ് ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസീസ് വിൽ ബി ഇഷ്യൂഡ് കവറിങ് ഡാഷ് ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. എന്താണ്? കൂട്ടായ ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസികൾ ഒരു വകുപ്പിൽ ഇൻഷുർ ചെയ്യും. ആർക്ക് വേണ്ടിയിട്ട് എന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ആൻസർ ബി ആണ്, ഓൾ ദ എംപ്ലോയീസ് ഇൻ സെക്യൂരിറ്റി പോസ്റ്റ്. സെക്യൂരിറ്റി പോസ്റ്റിലുള്ള എല്ലാ ജീവനക്കാർക്കും വേണ്ടിയിട്ടാണ് ആ ഇൻഷുറൻസ് ഉള്ളത്. ഫിഡലിറ്റി, കളക്റ്റീവ് ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ്, കൂട്ടായ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് അല്ലേ, കളക്റ്റീവ് ഫിഡലിറ്റി ഗ്യാരണ്ടി പോളിസി. അത് കവറിങ് കിട്ടുന്നത് ആർക്കാണ്? ഓൾ ദ എംപ്ലോയീസ് ഇൻ സെക്യൂരിറ്റി പോസ്റ്റിലാണ്. ആർട്ടിക്കിൾ ആൻസർ ബി ആണ്, ആർട്ടിക്കിൾ 286 പേജ് 409 അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നോക്കാം. അടുത്തത്, ദ ഗവൺമെൻറ് വിൽ പേ ഡാഷ് ഇൻട്രസ്റ്റ് ഓഫ് എനി ഡിപ്പോസിറ്റ് ഹെൽഡ് ബൈ ദം ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആസ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. ഗവൺമെൻറ് വിൽ പേ ഇൻട്രസ്റ്റ് ഓഫ് എനി ഡിപ്പോസിറ്റ് ഹെൽഡ് ബൈ ദം ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആസ് എ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി നൽകുന്ന നിക്ഷേപത്തിന് സർക്കാർ പലിശ നൽകുമോ? സെക്യൂരിറ്റി ഡിപ്പോസിറ്റിന് പലിശ കൊടുക്കുമോ? അതുണ്ടെങ്കിൽ എന്താ? എത്ര %? 8%, മാർക്കറ്റ് റേറ്റ്, റിപ്പോ റേറ്റ്, നോ ഇൻട്രസ്റ്റ്. എന്താണ് ആൻസർ? ആൻസർ ഡി ആണ്. എന്താണ് അത്? നോ ഇൻട്രസ്റ്റ് ആണ്. ദ ഗവൺമെൻറ് വിൽ പേ നോ ഇൻട്രസ്റ്റ് ഓഫ് എനി ഡിപ്പോസിറ്റ് ഹെൽഡ് ബൈ ദം ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആസ് എ സെക്യൂരിറ്റി. പണമായി വാങ്ങുന്ന ഇതിന് എന്താണ്? സെക്യൂരിറ്റി ആയിട്ട് അതിന് നോ ഇൻട്രസ്റ്റ് കൊടുക്കില്ല എന്നാണ് അതിൻ്റെ ആൻസർ. ആർട്ടിക്കിൾ 288 412 പേജ് 412 ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അടുത്തെന്താണ്? ഗവൺമെൻറ് പ്രോമിസറി നോട്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ഷുഡ്
be accepted at -% below the market price. മാർക്കറ്റ് പ്രൈസിനേക്കാൾ എത്ര ശതമാനം താഴെയിലാണ് ഗവൺമെൻറ് പ്രോമിസറി നോട്ട്സും സെക്യൂരിറ്റീസൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്? എൻ്റെ ആൻസർ എന്താണ്? ആൻസർ എ ആണ്, 5%. അല്ലേ, 5%. ആർട്ടിക്കിൾ 288 രണ്ടാം ഭാഗത്തിൽ പേജ് 412 അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ all cases where the registration is considered necessary, it should be done at the expenses of dash. എന്താ, രജിസ്ട്രേഷൻ ആവശ്യമാണെന്ന് കരുതുന്ന എല്ലാ സാഹചര്യങ്ങളിലും അത് ആരുടെ ചെലവിൽ ചെയ്യണം? എക്സ്പെൻസ് ആരുടെ ചെലവിലായിരിക്കണം? രജിസ്ട്രേഷൻ ആവശ്യമാണെന്ന് കൺസിഡർ ചെയ്യുന്ന. എൻ്റെ ആൻസർ എന്താണ്? ബി, ഗവൺമെൻറ്. അല്ലേ, സർക്കാരിൻ്റെ ചെലവിൽ അത് ചെയ്യണം. അത് രജിസ്ട്രേഷൻ ഓഫ് സെക്യൂരിറ്റി ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. രജിസ്ട്രേഷൻ ഓഫ് സെക്യൂരിറ്റി ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രജിസ്ട്രേഷൻ ആവശ്യമാണെന്ന് കരുതുന്ന എല്ലാ സാഹചര്യങ്ങളും സർക്കാരിൻ്റെ ചെലവിൽ തന്നെ അത് ചെയ്യണം. ആൻസർ ബി, ഗവൺമെൻറ്. ആർട്ടിക്കിൾ 291 അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. ഇത് നമുക്ക് നോക്കൂ. ഡാഷ് ഈസ് ദ റിലിങ്ഷ്മെൻറ്റ് ഓഫ് ക്ലെയിംസ് ആഫ്റ്റർ എക്സ്ഹോസ്റ്റിംഗ് ഓൾ പോസിബിൾ മീൻസ് ഓഫ് റിക്കവറി. അതായത് വീണ്ടെടുക്കൽ അഥവാ റിക്കവറി ആവശ്യമായ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഇല്ലാതാകുമ്പോൾ, അടഞ്ഞു പോകുമ്പോൾ, എല്ലാ മാർഗങ്ങളും അടഞ്ഞു പോകുമ്പോൾ, റിക്കവറി സാധ്യമായ എല്ലാ മാർഗങ്ങളും അടഞ്ഞു പോകുമ്പോൾ ക്ലെയിമുകൾ ഉപേക്ഷിക്കുക എന്നതാണ് ഡാഷ്. എന്താണ് എൻ്റെ ആൻസർ? എന്താണ്? റൈറ്റ് ഓഫ് ലോസസ്, നഷ്ടം എഴുതിത്തള്ളുക എന്ന അർത്ഥം. റൈറ്റ് ഓഫ് ലോസസ് ഈസ് ദ, നഷ്ടം എഴുതിത്തള്ളുക എന്നത് വീണ്ടെടുക്കൽ അഥവാ റിക്കവറി സാധ്യമായ എല്ലാ മാർഗങ്ങളും ഇല്ലാതാകുമ്പോൾ ക്ലെയിമുകൾ ഉപേക്ഷിക്കുക എന്നതാണ്. എൻ്റെ ആൻസർ സി ആണ്. ആർട്ടിക്കിൾ 300 പേജ് 429 അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അടുത്ത് നോക്കിയേ. ദ വാല്യൂ ഓഫ് പ്രോപ്പർട്ടീസ് ഇൻവോൾവ്ഡ് ഈസ് dash or more belonging to state government is considered an embezzlement. അല്ലേ, പ്രോപ്പർട്ടികളുടെ മൂല്യം ഉൾപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ എംബസൽമെൻറ്റ്സ് എന്ന് പറയുന്നത്? എന്താ? ദുരുപയോഗം, വഞ്ചന എന്ന് പറയും അല്ലേ, ദുരുപയോഗം. ഗവൺമെൻറ് ഈസ് കൺസിഡർ എംബസൽമെൻറ്റ്സ് അല്ലേ. അതെന്താണ്? എത്രയാണ്? എത്രയോ അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലാണ് ബിലോങ് ടു അവകാശപ്പെട്ടത്. ആൻസർ ഹേ ആണ്, 5,000 അല്ലേ. 5,000 or more belonging to state governments is considered an embezzlements. വഞ്ചന, ദുരുപയോഗം അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 305 പേജ് 440 അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എംബസൽമെൻറ്റ്സ് ഓഫ് പബ്ലിക് മണി റിപ്പോർട്ടഡ് ടു അല്ലേ. ദുരുപയോഗം, പബ്ലിക് മണി, പൊതുപണം ദുരുപയോഗം ചെയ്താൽ അത് ആര് എവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷനുണ്ട്. പോലീസിലൊക്കെ റിപ്പോർട്ട് ചെയ്യണം, പക്ഷേ പ്രധാനമായിട്ടും ഏതാ പറഞ്ഞിരിക്കുന്നതാണ് നോക്കുന്നത്. ആൻസർ ബി ആണ്, ലോക്കൽ എക്സ് ബ്രാഞ്ച് വിജിലൻസ് ഡിവിഷൻ. വിജിലൻസിനെയാണ് അറിയിക്കേണ്ടത്. അതും ലോക്കൽ എക്സ് ബ്രാഞ്ച് വിജിലൻസ് ഡിവിഷനെയാണ് എംബസൽമെൻറ്റ്സ് ഓഫ് പബ്ലിക് മണി റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആൻസർ ബി ആണ്. ആർട്ടിക്കിൾ 305 അതായത് പേജ് 440 അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ട്രാൻസ്ഫർ ഓഫ് ഗവൺമെൻറ് ലാൻഡ് ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ അപ് ടു 2 acres ക്യാൻ ബി ഡൺ ബൈ ഡാഷ്. ഇതാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ട്രാൻസ്ഫർ. ഒരു സർക്കാർ ഭൂമി ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ട്രാൻസ്ഫർ അത് 2 കോടി രൂപ വരെ അല്ലേ, 2 കോടി വരെ മൂല്യമുള്ള വസ്തുക്കളാണെങ്കിൽ 2 acres another up to 2 acres can be done by അല്ലേ. അങ്ങനെയുള്ള വസ്തുക്കൾ 2 acres can be done by എത്രയാണ്? ആരാണത് ഇത് ചെയ്യേണ്ടത്? 2 കോടി രൂപ വരെ എന്നുള്ളതാണ് കേട്ടോ. 2 acres ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ അപ് ടു 2 acres 2 crores ആണോ? അതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുണ്ട്. എന്തായാലും 2 crores ആണ്. 2 crores ക്യാൻ ബി ഡൺ ബൈ 2 കോടി രൂപ വരെ മൂല്യമുള്ള വസ്തുവാണെങ്കിൽ ആരാണ് അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നേതൃത്വം എടുക്കേണ്ടത്? അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യം വെച്ചാൽ ആൻസർ ബി ആണ്, ഡിസ്ട്രിക്ട് കളക്ടറാണ്.
ഇനി എബോവ് 2 acres അപ് ടു 5 acres. ഇപ്പോൾ 2 കോടിയല്ല കേട്ടോ, 2 കോടിയല്ല, സോറി, അതൊന്നുകൂടെ പറയാം. ദ ട്രാൻസ്ഫർ ഓഫ് ഗവൺമെൻറ് ലാൻഡ് ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ അപ് ടു 2 acres ക്യാൻ ബി ഡൺ ബൈ. 2 ഏക്കർ ഭൂമി വരെ, ഇപ്പോൾ അതായത് 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അല്ലേ, ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഭൂമി കൈമാറ്റം ചെയ്യുകയാണ്. അത് അപ് ടു 2 acres വരെ, 2 ഏക്കർ വരെ ആണെങ്കിൽ ആരാണത് ചെയ്യേണ്ടത്? ആൻസർ ബി ആണ്, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇനി എബോവ് 2 acres, 2 ഏക്കറിന് മുതൽ അപ് ടു 5 acre വരെ ആരാണ്? കളക്ടർക്ക് പറ്റില്ല. പിന്നെ ആരാണ്? ഇപ്പോൾ ഇതിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സി ആണ്, ബോർഡ് ഓഫ് റവന്യൂ. ബോർഡ് ഓഫ് റവന്യൂവിനാണ് ഈ എബോവ് 2 acres അപ് ടു 5 acre. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ആർട്ടിക്കിൾ 326 വായിച്ച് നോക്കാം. അടുത്ത് നോക്കാം, ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ ട്രഷറർ ഓഫ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ്സ്. ചാരിറ്റബിൾ എൻഡോമെൻറ്റ്സിൻ്റെ ട്രഷറർ ആരാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ്, എക്സാമിനർ ഓഫ് ലോക്കൽ ഫണ്ട്. പേജ് 455 അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ട്രാവലിംഗ് അലവൻസ് ബിൽസ് ആൻഡ് അക്വിറ്റൻസ് റോൾസ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഡാഷ്. ട്രാവലിംഗ് അലവൻസ് ബിൽസും അക്വിറ്റൻസ് റോൾസും ഒക്കെ ഡിസ്ട്രോയ് ചെയ്യണം. അതിൻ്റെ കാലാവധി എത്രയാണ് ഡിസ്ട്രോയ് ചെയ്യാനുള്ളത്? ആൻസർ ബി ആണ്, 3 years ആണ്. അല്ല 3 വർഷം വരെ ട്രാവലിംഗ് അലവൻസ് ബിൽസും അക്വിറ്റൻസ് റോൾസും ഒക്കെ സൂക്ഷിച്ചു വെക്കാവുള്ളൂ. അതുപോലെ തന്നെ മറ്റ് അപ്പോൾ അതിൻ്റെ ആൻസർ 3 years ആണ്. ആർട്ടിക്കിൾ 338 ബി ആണ്, B7. ഇത് പേജ് 462 ഇത് നിങ്ങൾ പേജ് 461 മുതൽ 463 വരെ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് റെക്കോർഡുകൾ ഡിസ്ട്രോയ് ചെയ്യേണ്ട കാലാവധി അല്ലേ, ഡിസ്ട്രോയ് ചെയ്യേണ്ട ഇത്ര കാലാവധിക്ക് ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് അത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. അതിനകത്ത് നിന്ന് കുറച്ച് ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാകും, എത്രയാണ് അതിൻ്റെ കാലാവധി എന്നുള്ളത്. പല ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. ഇതിനകത്ത് നമ്മൾ ട്രാവലിംഗ് അലവൻസ് ബിൽസൊക്കെ എത്രയാണ്? 3 years ആണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, KFC വോളിയം 1 1 മുതൽ 340 വരെ ആർട്ടിക്കിളുകൾ കണ്ടു കഴിഞ്ഞു. അതിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ 8 എപ്പിസോഡുകളിലായി പരിശോധിച്ചത്. ഇനി കുറച്ച് എളുപ്പ വഴി കൂടി പറയുകയാണ്. ഈ KFC വോളിയം 1 KFC ഫിനാൻഷ്യൽ കോഡ് വിജയിക്കാനായിട്ട് ഒരു എളുപ്പ വഴി കൂടി പറയുകയാണ്. അതായത് ഈ KFC വോളിയം 1 ആണ് ആദ്യം പറയുന്നത്. അത് നമുക്കൊരു ചോദ്യം ലഭിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എവിടെയാണെന്ന് വേഗം കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. ഉദാഹരണമായി റെയിൽവേ വാറൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു. അത് കണ്ടാൽ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? റെയിൽവേ വാറൻസുമായി ഇപ്പം നിങ്ങൾ പരീക്ഷ എഴുതാൻ നേരം നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം പഠിച്ച ചോദ്യങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ചോദ്യം ആദ്യം 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ബബിൾസ് ചെയ്യണം, ഓൺലൈൻ ബബിൾസ് ചെയ്യണം. ബബിൾസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യുക. ഇപ്പോൾ റെയിൽവേ വാറൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? KFC വോളിയം 1 നിങ്ങളുടെ കയ്യിൽ ബുക്കുണ്ട്. ആ ബുക്ക് എടുത്തിട്ട് 473 പേജ് നോക്കുമ്പോൾ ഇൻഡെക്സ് ഉണ്ട് അല്ലേ, ഇൻഡെക്സ് എന്ന് പറഞ്ഞുണ്ട്. അതിൽ വരുന്ന ഇൻഡെക്സ് ഇത് അതിൽ വരുന്ന ഇൻഡെക്സ് വരുന്ന 6 എന്നുള്ള ഭാഗം നോക്കുക. കാരണം റെയിൽവേ വാറനല്ലേ, റെയിൽവേ വാറൻ എന്ന് പറയുമ്പോൾ റെയിൽവേ തുടങ്ങുന്ന 6 നിന്നാണ് റെയിൽവേ. അപ്പോൾ 6 വരുന്ന ഇൻഡെക്സ് നോക്കുക. ഇതേ കണ്ടോ, 6 വരുന്ന ഇൻഡെക്സാണിത്. ആദ്യം തന്നെയുണ്ട് റെയിൽവേ വാറൻസ് അല്ലേ, അത് കഴിഞ്ഞിട്ട് ഇഷ്യൂ ആൻഡ് പിന്നെ അത് കഴിഞ്ഞുണ്ട് റേറ്റ്സ് ആൻഡ് ടാക്സസ് ഉണ്ട്, പേയ്മെൻറ്റ് റൂൾസ്, ഇപ്പോൾ റെസീപ്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ 6 ആയിട്ട് ബന്ധപ്പെട്ടത് ഉണ്ട്. അതിൻ്റെ ആർട്ടിക്കിൾ അതിൻ്റെ നേരെ തന്നെയുണ്ട് അല്ലേ. റെയിൽവേ വാറൻസിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ്? 86 ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആർട്ടിക്കിൾ 86 ആ KFC വോളിയത്തിൻ്റെ ഫ്രണ്ട് നോക്കിയിട്ട് വേഗത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഫ്രണ്ട് പേജിൽ കണ്ടോ, ഫ്രണ്ട് പേജ് ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറഞ്ഞോട്ടല്ലേ. അപ്പോൾ ഈ ടേബിൾ ഓഫ് കണ്ടൻസ് നോക്കിയും നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഫിനാൻഷ്യൽ കോഡ് നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് ഈ ഒരു എളുപ്പവഴി ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 എല്ലാ ആർട്ടിക്കിളും 340 ആർട്ടിക്കിളിലെയും ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് തന്നെ പല ക്വസ്റ്റ്യൻസും ഇതിൽ തന്നെ അതേ രീതിയിൽ സമാന രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി വെക്കുക. ഒപ്പം ഈ പറഞ്ഞ എളുപ്പവഴി ഇൻഡെക്സ് നോക്കി വേഗം കണ്ടെത്താനായിട്ട് സാധിക്കും.
അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ കോഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വിജയിക്കാം. മാത്രമല്ല ഫിനാൻഷ്യൽ കോഡിൽ KFC വോളിയം 1 മാത്രമല്ല, വോളിയം 2 ഉണ്ട്, പിന്നെ KB ഉണ്ട്, കേരള ബഡ്ജറ്റ് മാനുവലിൻ്റെ ബുക്കും ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഇതെല്ലാം പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഫിനാൻഷ്യൽ കോഡ് വോളിയം 1ൻ്റെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി KSR അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മറ്റേതെങ്കിലും ഒരു ക്ലാസ്, മിക്കവാറും KSR തന്നെയായിരിക്കും അടുത്ത ക്ലാസ്. KSR ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ KSR ക്ലാസ്സിലൂടെ നമുക്കിപ്പോൾ എക്സാം വളരെ അടുത്തിരിക്കുകയാണ്. മാക്സിമം കിട്ടാവുന്നത്രയും നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.